നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പച്ചക്കായ കോവക്കയും പിന്നെ മാങ്ങയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണേ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണം നോക്കാം. കറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 5 കോവക്കയാണ്. പിന്നെ ആവശ്യം ഒരു പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണിത്, അതുകൊണ്ട് ഒന്നെടുത്താൽ മതിയാവും. നമുക്ക് പച്ചക്കായ പകുതിയായി മുറിച്ചെടുക്കാം. ഇതിന് തൊലി കളയേണ്ട ആവശ്യമില്ല. മേലത്തെ ഭാഗം ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. ഈ പകുതിയായി മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒന്നുകൂടി നേരിയ കഷ്ണങ്ങളായി നീളത്തിൽ മുറിച്ചെടുക്കണം. ഇതുപോലെ നീളത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ നേരിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ നല്ലതാണ്. അങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ഒന്നുകൂടി പകുതിയായി മുറിക്കാം. ഈ സൈസിൽ വേണം ഒന്ന് മുറിച്ചെടുക്കാൻ. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കോവക്ക മുറിച്ചെടുക്കാം. കോവക്ക നന്നായി കഴുകി തുടച്ചെടുത്തതാണ്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും മുറിച്ച് കളയാം. ഈ കോവക്കയെ നടുവിലൂടെ അങ്ങനെ മുറിച്ചെടുക്കാം. പിന്നെ അതിനുശേഷം നേരിയ കഷ്ണങ്ങളായി നീളത്തിൽ മുറിച്ചെടുക്കണം. എല്ലാ കോവക്കയും ഇതുപോലെ മുറിച്ചെടുക്കാം. കോവക്കയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പച്ചമാങ്ങ മുറിക്കാം. പച്ചമാങ്ങയും ഇതുപോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുക്കണം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. പച്ചക്കറിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത്ര എടുത്ത് അതിലേക്ക് മുറിച്ചെടുത്ത പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എണ്ണം മാറ്റാവുന്നതാണ്. 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം മതിയാവും. അതുകൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. ഇനി നമുക്ക് പാത്രം തുറന്നു നോക്കാം. പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും.